ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാനിവിടെ 4 ചെറിയ ഉരുളൻകിഴങ്ങ് കുറച്ച് വെള്ളം ഉപ്പും കൂടി ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് ഉടച്ചെടുക്കണം. നല്ല പോലെ പുഴുങ്ങിയെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. കൈകൊണ്ട് ഉടച്ചെടുത്താലും മതി. ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ആവാട്ടോ. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലാത്തവർ മൈദ ചേർത്താലും മതി. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഓൾറെഡി പുഴുങ്ങുന്നതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാനിത് ലേശം ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് കുറവാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ഫിംഗേഴ്സ് ആക്കി എടുക്കണം. അപ്പം കയ്യിൽ ലേശം എണ്ണ ഒന്ന് തടവിയ ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമ്മളൊരു വിരലിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിൽ ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് മുഴുവൻ മാവും ഇതുപോലെ പൊട്ടാറ്റോ ഫിംഗേഴ്സ് റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. പുഴുങ്ങിയിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിത് മുഴുവൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇത് ഫ്രൈ ആയി വരാൻ എടുക്കും. നന്നായിട്ടൊന്ന് ഒരു നല്ല പോലെ മൂത്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിൽ വേവത്തുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത റവ അതുപോലെ അരിപ്പൊടി എല്ലാം നല്ല പോലെ വേവണം. അപ്പം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇവിടെ നമ്മുടെ ഫിംഗേഴ്സൊക്കെ കളറ് മാറി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നല്ല നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും അമർത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.